നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒക്ടോബർ 8. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ആകാശക്കോട്ട കാക്കുന്ന വ്യോമസേനയുടെ വാർഷിക ദിനമാണ്. അതായത് ഇന്ന് നാഷണൽ എയർഫോഴ്സ് ഡേ ആണ്, ഒക്ടോബർ 8 എന്ന് പറയുന്നത്. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വ്യോമസേനയാണ് നമ്മുടേത്. ഇന്ന് ആ വ്യോമസേന 93ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇന്ന് UP ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കരുത്ത് കാട്ടിയ വ്യോമസേനാംഗങ്ങളുടെ പ്രകടനവും ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ആ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തുന്നതായിരിക്കും, പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വ്യോമസേനാ ദിനത്തിൽ നമ്മളുടെ എല്ലാം ജീവനും സ്വത്തിനുമൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് കാവൽ നിൽക്കുന്ന വ്യോമസേന അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് ആരംഭിക്കാം. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്, എല്ലാം വിശദമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത. തീരുമാനം ഇന്ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ തടഞ്ഞുവെക്കാൻ നീക്കം. ശബരിമല പ്രശ്നത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. സഭാസ്തംഭനം തുടരുന്നതിനിടെ നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗം ചേരും. ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ ഒത്തുതീർപ്പിനില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം. ചെങ്ങന്നൂർ മുതൽ പന്തളം വരെ പദയാത്ര നടത്താൻ UDF. BJPയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്ന്. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ ബസ്സിലുണ്ടായിരുന്നവർ. 4 പേർ ചികിത്സയിൽ. ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. NDAക്ക് തലവേദനയായി ചിരാഗ് പസ്വാന്റെ നീക്കങ്ങൾ. 40നും 50നും ഇടയിൽ സീറ്റ് വേണമെന്ന LJP. 25ൽ ഒതുക്കാൻ BJP. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന്. കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾ തുടരുന്നു. 3 ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ച ഹമാസ്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്ന ആവശ്യം. ട്രംപ് നിയോഗിച്ച ദൗത്യ സംഘം കെയ്റോയിലേക്ക്. ചർച്ചകൾക്കിടയിലും ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലെത്തി. സ്റ്റാർമറിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന സ്വർണ്ണപ്പാളി വിവാദം അല്ലെ, അതിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ B സുധീഷ് കുമാർ എന്നിവർക്കുമെതിരെയാണ് നടപടിക്ക് സാധ്യത. ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. വിരമിച്ച ഇവരുടെ പെൻഷൻ തടഞ്ഞു വെക്കാനാണ് നീക്കം. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ അതേസമയം നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. സഭാസ്തംഭനം തുടരുന്നതിനിടെ സ്പീക്കറുടെ അധ്യക്ഷതയിൽ ഇന്ന് നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗം ചേരും. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ BJPയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം സ്വർണ്ണമോഷണ വിവാദത്തിൽ പദയാത്ര നടത്താനാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ മുതൽ പന്തളം വരെയാണ് പദയാത്ര. വിവരങ്ങളുമായി TG സജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. സജിത്ത്, ഇതിപ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വരാൻ പോകുന്ന നടപടി, പിന്നെ സഭയിൽ ഈ വിഷയം വീണ്ടും പ്രക്ഷുബ്ധമാകും, ചർച്ചാ വിഷയമാകുന്ന സാഹചര്യം. മറ്റൊന്ന്, ഈ UDFന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധം. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ നടപടിയിലേക്ക് എത്തിയാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന ഈ ബോർഡ് യോഗത്തിനൊടുവിൽ, അല്ലെങ്കിൽ ആ ബോർഡ് യോഗത്തിലെടുത്ത തീരുമാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി എന്ന തരത്തിലാണ്. ആദ്യ പടിയായിട്ടുള്ള നടപടി ഇന്നലെ തന്നെ വന്നു കഴിഞ്ഞതാണ്. അതിനുശേഷം മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് കൂടി എതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. ഇന്ന് അത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഈ ബോർഡ് യോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആര്യ, ഗുഡ് മോർണിംഗ്. ഈ
ശബരിമല വിഷയം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസത്തെയും വാർത്താ ദിനത്തെ നിശ്ചയിക്കുക. ദിവസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയവും ശബരിമല തന്നെയായിരിക്കും. നിയമസഭയിൽ തന്നെയാവും ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കമുണ്ടാവുക. 9 മണിക്ക് നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷം പതിവ് പോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കണ്ടതുപോലെ ശബരിമല വിഷയം തന്നെ അവർ ഉന്നയിക്കുന്നത് നേരത്തെ അവർ ചോദ്യോത്തര വേളയ്ക്ക് പോലും പ്രതിപക്ഷം വഴങ്ങുന്നില്ല. അവർ ശക്തമായ നീക്കം നടത്തുകയാണ്. സഭാതലത്തിന് തുടക്കത്തിൽ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായി സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടുമാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. സമാനമായ നീക്കം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസവും നമുക്ക് കാണാനാവുക. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് രാവിലെ 8:30 നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചിട്ടുണ്ട്. ഈ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഒരു പക്ഷേ പ്രതിപക്ഷം അനുനയപ്പെട്ടേക്കുമോ, പുതിയൊരു സാധ്യത ഉണ്ടാകുമോ, സഭാ നടപടികൾ സ്തംഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം, ഇതാണ് സ്പീക്കറുടെ ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. ആ നീക്കം ഫലം കാണുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ചോദ്യോത്തര വേളയ്ക്ക് വഴങ്ങിക്കൊടുത്താൽ പോലും പ്രതിപക്ഷം പക്ഷേ ഈ ശബരിമല വിഷയം വീണ്ടും ഉന്നയിക്കാനാണ് സാധ്യത. അടിയന്തര പ്രമേയ നോട്ടീസ്, അതായത് റൂൾ 50 നോട്ടീസായി ഉന്നയിക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ അതിന് എന്തായിരിക്കും സർക്കാരിൻ്റെ മറുപടി എന്നതും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും ഇത്തരം നോട്ടീസ് വന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് ഇവർ പലവട്ടം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സഭയിൽ ഇന്ന് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തുടർ ചർച്ചകളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിൻ്റെ തുടർ നടപടികളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നടപടിയെടുത്തത് അന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ്. പക്ഷേ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, തിരുവാഭരണം കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടികളും ഇന്ന് ഉണ്ടാകുമെന്നാണ് സാഹചര്യം. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ പിഴവ് പറ്റി എന്ന വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ഇന്ന് അതിൻ്റെ ആ നടപടികളുടെ തുടർച്ച ഉണ്ടാകുന്നു എന്ന മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ആ തീരുമാനം കൂടി ഇന്നത്തെ പകൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. നിയമസഭയ്ക്ക് പുറത്തേക്ക് വന്നാൽ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാണ്. ഇന്ന് പ്രത്യേകിച്ച് BJP ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ വലിയ നീക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നീക്കങ്ങൾ ഇന്നത്തെ പകൽ നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തെ നിർണായകമാക്കുന്ന ഒരു ദിവസമായി ഇത് മാറുക തന്നെ ചെയ്യുകയും ചെയ്യും. ഇന്നലെ ചേർന്ന UDF യോഗവും ഇത് നിയമസഭയ്ക്ക് പുറത്തേക്ക്, കാരണം നിയമസഭ തീരാൻ പോവുകയാണ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലും പ്രതിപക്ഷത്തിൽ ഈ വിഷയം സജീവമായി ഏറ്റെടുത്തേ മതിയാവും. അതുകൊണ്ട് അത് വലിയ നീക്കമായി വരുന്നു. കോൺഗ്രസ് സമാന്തരമായ യാത്രകൾ സംഘടിപ്പിച്ച് പന്തളത്ത് സംഗമിച്ച് വലിയ പ്രതിഷേധ പരിപാടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നീക്കം സ്വാഭാവികമായും ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെ UDF ക്യാമ്പയിൻ കൂടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. സജിത, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. അതായത് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ഒരേ സ്വരത്തിൽ മറുപടി പറയേണ്ട ഈ വിഷയത്തിൽ പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടപടികൾ ഒതുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു വലിയ ചർച്ച കൂടി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിപ്പോൾ 3 ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണുള്ളത്. ഇന്നലെ തന്നെ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ന് 2 പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണം ആ വിഷയത്തിൽ വരണം, അതായത് പ്രഖ്യാപനം വരണം. പക്ഷേ അപ്പോഴും ഈ 3 ഉദ്യോഗസ്ഥർ, ഇവർക്ക് ഉള്ളിൽ മാത്രം നടപടി ഒതുക്കിക്കൊണ്ട് ഈ വിഷയം ഒതുക്കാനാണോ ഇപ്പോഴും ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും വിഷയത്തെ നിലപാട് 2019 നടപടിക്രമങ്ങളിൽ ചില പിഴവുകൾ പറ്റിയെന്ന കാര്യമാണ്. അതവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺഫിഡൻസ് എന്നത് ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ തങ്ങളുടെ നിലപാട് അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥതല വീഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ നടപടിയെടുത്ത് മുന്നോട്ട് പോവേണ്ടി വരില്ല എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാടാണ്. അതാണ് ഇന്നലത്തെ നടപടികൾക്ക് തുടർച്ചയായി ഇന്നും ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് തന്നെ ആലോചനകൾ നടക്കുന്നതിൻ്റെ കാരണം. അതിനപ്പുറത്തേക്ക് കൂടുതൽ നീക്കങ്ങൾ വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷേ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയേണ്ടത്. എന്തായാലും അന്വേഷണം നിർണായകമാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സമാന്തരമായി കോടതിയും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും നടത്തുന്ന അന്വേഷണം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസുകളിലൊക്കെ നിർണായകമാവുന്നത് ഇതിൻ്റെ പുതിയ തെളിവുകൾ പുറത്തു വരുമോ എന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിൽ മാത്രം ഈ വിഷയങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ നീക്കം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. പക്ഷേ സർക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇത് ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യമാണ്. പക്ഷേ ദുരൂഹമാണ് പല ഇടപാടുകളും. സജിത, അതാണ് കൂടുതൽ തെളിവുകൾ ഈ വിഷയത്തിൽ പുറത്തേക്ക് വരുമോ, കൂടുതൽ പേരുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുമോ എന്നുള്ള
ഒരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു ട്വിസ്റ്റ് തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. സംസ്ഥാനത്തെ ഒരു കോടീശ്വരന് ഈ സ്വർണ്ണപ്പാളി വിറ്റു എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇന്ന് നോക്കിക്കാണണ്ടേ? പ്രതിപക്ഷം സ്വാഭാവികമായ രാഷ്ട്രീയ നീക്കം നടത്തും. അത് ഇന്നലെ കണ്ടതാണ്. അതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അതിന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും കടുത്ത പ്രസ്താവനകളും ഇന്നും തുടരും. ഒരു സംശയവുമില്ല കാര്യത്തിൽ. അത് പ്രതിപക്ഷ നേതാവാവട്ടെ മറ്റ് നേതാക്കളാവട്ടെ അവരിൽ നിന്നൊക്കെ അത്തരം പ്രസ്താവനകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സർക്കാരിനെതിരെ കടന്നാക്രമിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം എന്നതാണ് ഈ ശബരിമല വിഷയത്തിൻ്റെ ഒരു മൂർച്ച അവർ കാണുന്നത്. കാരണം ശബരിമല സംസ്ഥാനത്ത് പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതുക്കൽ വീണ്ടും ഇത്തരം ഒരു വിഷയം കൈ കിട്ടുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് നീക്കം. നേരത്തെ അയ്യപ്പ സംഗമമൊക്കെ സർക്കാർ നടത്തുന്നു. സമാന്തരമായ മറ്റൊരു നീക്കം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവിടെയൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നതാണ് UDF-ന്. പക്ഷേ ഇപ്പോൾ ഈ ആയുധം അത് പരമാവധി പ്രയോഗിക്കുക തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം. അത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഒരേപോലെ പൊള്ളിക്കുന്നുണ്ട്, വലിയ രാഷ്ട്രീയം ആയുധമാക്കുന്നുണ്ട്. അതേസമയം തന്നെ UDF-ഉം BJP-യും എന്തായാലും UDF-ന്റെയും BJP-യുടെയും പ്രതിഷേധ മാർച്ച് ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. 2 ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ വിഷയത്തിൽ സഭ ഇന്നും സ്തംഭിപ്പിക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. TG സജിത്താണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ സ്വകാര്യ ബസ് കുടുങ്ങിയതിനെ തുടർന്ന് 18 പേർ മരിച്ചു. 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആര്യ, മരോട്ടൺ കലോർ റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. മണ്ണ് ബസ്സിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇത്തരത്തിൽ ബസ്സിനകത്ത് ആളുകൾ കുടുങ്ങിയാണ് ഈ അപകടമുണ്ടായത്. ബസ്സിനകത്ത് 25 മുതൽ 30 വരെ യാത്രക്കാർ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇതിൽ 18 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശമെന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാര്യം അവിടുത്തെ ഭൂപ്രകൃതിയും അതുപോലെ തന്നെ വലിയ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നതിന് നിരവധി പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു. ഇപ്പോഴും മേഖലയിൽ സജീവമായിട്ട് തന്നെ ഈ ബസ്സിനെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യാനും അതുപോലെ തന്നെ ഇനി ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടത്. ഈ 18 പേരിൽ ഏതാണ്ട് 10ഓളം പുരുഷന്മാരും അതുപോലെ തന്നെ 8 സ്ത്രീകളും ഉണ്ടെന്നാണ് വിവരം നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് അദ്ദേഹവും ഈ വിഷയത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഷിംലയിൽ തുടരുകയാണ്. ഷിംലയിൽ നിന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇന്നലെ രാത്രിയോടെ തന്നെ ഏറെക്കുറെ രക്ഷാപ്രവർത്തനം പൂർത്തിയായതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മേഖലയിൽ ഈ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ സജീവമാണ്. ബിലാസ്പൂരിലാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം നടന്നത്. ഹിമാചൽ പ്രദേശിലെ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ സ്വകാര്യ ബസ് കുടുങ്ങുകയായിരുന്നു. 18 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 4 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളാണ് അജയ് സുധ ബിജു നൽകിയത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിക്കൽ എത്തി നിൽക്കെ NDAക്ക് തലവേദനയായി മാറുകയാണ് ഈ സീറ്റ് വിഭജനം. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ നീക്കങ്ങളാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. 40-നും 50-നും ഇടയിലുള്ള സീറ്റുകളാണ് NDAയിൽ ആവശ്യപ്പെടുന്നത്. അതേസമയം
25 സീറ്റുകളിൽ കൂടുതൽ അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് BJP ഉള്ളത്. അതേസമയം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. സഖ്യകക്ഷികളായ RJDയും ഇടത് പാർട്ടികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് യോഗം വിളിച്ചത്. MG മിഥുനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് NDAയുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ എത്തിയാൽ, ഒന്നാമത് തന്നെ ഈ JDയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വലിയ തലവേദന അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ JDU ഒരു വലിയ കക്ഷിയായി നിൽക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തന്നെ ആ ഒരു സ്ഥാനം വേണം എന്നുള്ളൊരു നിലപാടും അത്തരത്തിലുള്ള പദ്ധതികളുമായി ഒക്കെ BJP മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ LJP കൂടി വലിയൊരു പ്രതിസന്ധിയായി മാറുന്നത് അല്ലേ? ഈ 40-നും 50-നും ഇടയിൽ സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ ഏത് തരത്തിലാണ് BJP പ്രതിരോധിക്കുന്നത്? അരെ, ഗുഡ് മോർണിംഗ്. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളും ഒക്കെയായി മുന്നണികൾ സജീവമായിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നണികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് NDA പ്രതിരോധത്തിലാക്കി ഇത്തരത്തിൽ NDAയുടെ സഖ്യകക്ഷി തന്നെ ചിരാഗ് പാസ്വാന്റെ സഖ്യകക്ഷി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്ന് JDU അത് സമ്മതിക്കാത്തതിനെ തുടർന്ന് അന്ന് മുന്നണിയിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്കായിരുന്നു മത്സരിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ ചോദിച്ചു വാങ്ങി ആ 5 സീറ്റുകളിലും വിജയിച്ചുകൊണ്ടായിരുന്നു അവർ അതിന് മറുപടി നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 50 സീറ്റെങ്കിലും വേണം, 40 മുതൽ 50 സീറ്റെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഇത്തരത്തിൽ ഈ NDAക്ക് മുമ്പിലേക്ക് ചിരാഗ് പാസ്വാൻ വെച്ച് നീക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് BJP ഉള്ളത്. കാരണം 25 സീറ്റുകൾ പരമാവധി നൽകാം, അതിനു മുകളിലേക്ക് നൽകാൻ സാധിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ചിരാഗ് പാസ്വാനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കന്നി അംഗത്തിൽ ഇറങ്ങുന്ന പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് ചിരാഗ് പാസ്വാൻ കടക്കുന്നു എന്നടക്കമുള്ള ചില സുപ്രധാന വിവരങ്ങൾ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ഇങ്ങനെയൊരു സഖ്യമുണ്ടാക്കിയാൽ, ഒരു പുതിയ സഖ്യത്തിലേക്ക് ചിരാഗ് പാസ്വാൻ പോയാൽ അത് എത്രത്തോളം ഗുണകരമാകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ബീഹാറിലെ വിശാലമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു പുതുവുമായി കൈകോർക്കുന്നത് ഇത്തരത്തിൽ പാസ്വാന്റെ ഈ മുഖ്യമന്ത്രി ആകാനുള്ള മോഹങ്ങളെ സഹായിക്കില്ല എന്ന ചില വിലയിരുത്തൽ കൂടി രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു സീറ്റ് മോഹത്തിൻ്റെ പിന്നുള്ളത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇങ്ങനെ തനിക്ക് സീറ്റ് നൽകിയില്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പക്ഷേ കൂടുതൽ സീറ്റുകളിൽ വിജയം നേടാൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ഓരോ മണ്ഡലത്തിലും 20,000 മുതൽ 25,000 വരെ വോട്ടുകൾ തനിക്ക് പിടിക്കാനാകുകയും ചെയ്യും. അത് ഫലം നിർണ്ണയിക്കാൻ പോകുന്നത് NDAയുടെ ജയസാധ്യത തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് ഇദ്ദേഹം ചില അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയുമായി സഖ്യകക്ഷി ആകാനുള്ള ഒരു നീക്കം ചിരാഗ് പാസ്വാൻ നടത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി മറ്റൊരു വശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ NDA സംബന്ധിച്ച് വലിയ തലവേദനയാണ്. മറ്റൊന്ന്, നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 243 നിയോജക മണ്ഡലത്തിലേക്കുള്ള ഈ മത്സരത്തിൽ 200 മണ്ഡലങ്ങളിലേക്ക് BJPയും ഒപ്പം തന്നെ JDUവും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കും. മറ്റ് 43 മണ്ഡലങ്ങളിലേക്ക് മറ്റ് സഖ്യകക്ഷി വീതിച്ചു നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ രീതിയിലുള്ളൊരു പ്രതികരണം BJPയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ JDUവിൻ്റെ ഭാഗത്തുനിന്നോ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ചിരാഗ് പാസ്വാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ല. തങ്ങൾക്ക് കൃത്യമായി നൽകേണ്ട സീറ്റുകൾ, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. 5 സീറ്റുകൾ നൽകി ആ 5 സീറ്റിലും കൃത്യമായി വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് NDAയിലെ ഒരു നിർണായക കക്ഷി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് അവർക്ക് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം നേടാൻ പറ്റാത്ത, BJPയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 സീറ്റുകൾ ഉള്ള ചിരാഗ് പാസ്വാനെ മുന്നണിയിൽ നിർത്തുക എന്നുള്ളത് പ്രത്യേകിച്ച്
BJP തന്നെ ആവശ്യമാണ്. മറ്റൊന്ന് നിതീഷ് കുമാറിനെ പിണക്കാനും സാധിക്കില്ല. ആ രീതിയിൽ BJP ഏറ്റവും കൂടുതൽ നേരത്തെ ആജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മേൽക്ക് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നടക്കമുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ JDUവിന് നൽകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ തങ്ങൾ ഇത്തവണ മത്സരിക്കും എന്നുള്ള ചില അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അതാണ് എൻഡിഎ ക്യാമ്പിലെ സാഹചര്യം. മിഥുൻ, ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിയാൽ ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. അവിടെയും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം കോൺഗ്രസ് നേതൃത്വം വിളിച്ചു ചേർത്തിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് നേതൃത്വം കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകൾ അന്ന് RJDയോട് ചോദിച്ചു വാങ്ങുകയും പക്ഷേ അതിൽ 19 സീറ്റുകളിൽ മാത്രമായിരുന്നു വിജയം നേടാൻ ഇത്തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിൽ മുന്നണിക്ക് ദോഷം ചെയ്യുകയും ചെയ്ത് നമ്മൾ പിന്നീട് കാണുകയും ചെയ്തതാണ്. വലിയ വിമർശനങ്ങളൊക്കെ മുന്നണി അകത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം ചോദിച്ചു വാങ്ങിയ സീറ്റുകളിൽ ഒരിടത്ത് പോലും കൃത്യമായ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. പ്രത്യേകിച്ച് ഈ 70 സീറ്റുകളിൽ നൽകിയപ്പോൾ തന്നെ അതിൽ ചില മണ്ഡലങ്ങളിലൊക്കെ RJDക്ക് മേൽക്കുള്ള മണ്ഡലങ്ങളായിരുന്നു. അവിടെ ഒരു സഖ്യമായി അല്ലെങ്കിൽ ആ സീറ്റുകൾ RJD മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ RJDയെ 2020 ലഭിച്ച 77 സീറ്റ് എന്നുള്ളത്, അതായത് ഓരോ പാർട്ടികളെയും കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് സ്വന്തമാക്കിയതും RJD ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സീറ്റുകൾ നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം സീറ്റുകളിൽ വിജയിക്കാനാകുമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് RJD നേതൃത്വം കോൺഗ്രസിനെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെയും നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 50 സീറ്റുകൾ പരമാവധി നൽകാമെന്നുള്ളതാണ്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് നമുക്ക് അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് ഒരു തരത്തിലും കോൺഗ്രസ് സ്വീകരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ ഈ വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സീറ്റിന് വേണ്ടി തല്ലുകൂടി വിജയസാധ്യതകൾ മങ്ങലേൽപ്പിക്കാൻ ഒരു തരത്തിലും കോൺഗ്രസ് മുന്നോട്ട് വന്നേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ RJD എന്തു പറയുന്നു അതനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസ് തീരുമാനിക്കുക. ഇന്നെന്തായാലും ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും കോൺഗ്രസിന്റെ യോഗത്തിൽ. MJ മിഥുനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലെത്തി. സ്റ്റാർമറിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. അജയ് സുധാ ബിജുവാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ജൂലൈയിൽ നമുക്കറിയാം നിർണായകമായിട്ടുള്ള ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് ശേഷം കെയർ സ്റ്റാർമർ ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കെയർ സ്റ്റാർമറിന്റെ ഔദ്യോഗികമായ സന്ദർശനം കൂടിയാണ്. അത്തരത്തിലും ഇത് പ്രത്യേകത നിറഞ്ഞതാണ്. ഒരുപാട് മേഖലകളിൽ സഹകരണം കൂടുതൽ ഊർജിതമാക്കാനുള്ള ചർച്ചകൾ അത് മോദിയും സ്റ്റാർമറും തമ്മിൽ നടക്കും, അല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഇന്ന് പുലർച്ചെയോടെയാണ് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കെയർ സ്റ്റാർമർ എത്തിയത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെയും രണ്ടുപേരും ഒന്നിച്ചാണ് സ്റ്റാർമറിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഇന്ന് മറ്റ് പൊതു ചടങ്ങുകളിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് വിവരം ലഭിക്കുന്നത്. നാളെയായിരിക്കും അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക. ഇന്ന് വൈകുന്നേരം S ജയശങ്കർ അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടേക്കുമെന്ന് സൂചനകളുണ്ട്. ചിലപ്പോൾ കഴിയുമെങ്കിൽ അദ്ദേഹം നേരിൽ സ്റ്റാർമറിനെ കാണും എന്നുള്ള സൂചനകളുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് കെയർ സ്റ്റാർമർ ചില ഇന്ത്യൻ വ്യവസായികളുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുക എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം മുംബൈയിലുള്ള യാഷ് രാജ് സ്റ്റുഡിയോസിൻ്റെ ഓഫീസിലെത്തും. സ്റ്റുഡിയോ ഉൾപ്പെടെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർശനം എന്തിനാണെന്നുള്ളത് വ്യക്തമല്ല. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യവസായികളെയും കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മുംബൈയിൽ നാളെ രാത്രി വൈകി ആയിരിക്കും മടക്കമെന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ 6ാമത്തെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ അദ്ദേഹം കെയർ സ്റ്റാർമർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പമായിരിക്കും ഈ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിൽ പങ്കെടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ജൂലൈയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിലെത്തിയത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർമർ ഇന്ത്യയിലെത്തി ഈ ചർച്ചകൾ ഉൾപ്പെടെ നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു സോക്കർ ഗെയിമിൽ
പങ്കെടുക്കുമെന്നും ചില സൂചനകളുണ്ട് കെ എസ് സ്റ്റാർമർ. അതുപോലെ തന്നെ നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുക. ഈ ഇന്ത്യയും UK-യും തമ്മിലിപ്പോൾ അടുത്തിടെ ഒപ്പിട്ട വ്യാപാര കരാർ അത് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയായിരിക്കും നാളത്തെ ചർച്ചയിൽ. ഈ വ്യാപാര ബന്ധം കൂടുതൽ ഒരു സുഗമമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചർച്ചയിൽ പ്രധാന ഘടകമായിട്ട് വരും. അതുപോലെ തന്നെ അദ്ദേഹം ഇന്നലെ UK-യിൽ നിന്ന് തിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ അനുവദിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ നിലവിൽ കടക്കില്ല എന്നുള്ള സൂചനകളാണ് കെയർ സ്റ്റാർമർ നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇപ്പോൾ UK-യിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യക്കാർക്കുള്ള വിസ കൂടുതൽ നൽകാനായിട്ട് സാധ്യതയില്ല. എന്നാൽ ഡൽഹിയിൽ നിന്നുൾപ്പെടെ കൂടുതൽ ഫ്ലൈറ്റുകൾ UK-യിലേക്ക് അനുവദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ യാത്ര, അതുപോലെ തന്നെ വ്യാപാര ബന്ധം, മറ്റു കാര്യങ്ങൾ, നയതന്ത്ര ബന്ധം തുടങ്ങിയിട്ടുള്ളവയെല്ലാം കൂടുതൽ സുഗമമാക്കാനായിരിക്കും ഈ ഒരു ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ആര്യ, യെസ്, തീർച്ചയായും. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾ തുടരുകയാണ്. ട്രംപിന്റെ പദ്ധതി പൂർണ്ണമായും അംഗീകരിക്കാതിരുന്ന ഹമാസ് 3 ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് ഇപ്പോൾ ഉയർത്തുന്നത്. അതേസമയം ചർച്ചകൾ തുടരുന്നതിനിടെയും ഗാസയിൽ ആക്രമണവും തുടരുകയാണ് ഇസ്രായേൽ. MG മിഥുൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ഈ ഗാസ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഈ ബന്ദിമോചനം എന്ന് പറയുന്ന ആവശ്യമാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ, 1ാം ഘട്ട ചർച്ചയിൽ വളരെ ശുഭ സൂചനകളാണ് മുന്നോട്ട് വന്നത്. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഈ ഹമാസ് പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? അത് ഈ ചർച്ചയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ചർച്ചയെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഹമാസിന്റെ ആവശ്യങ്ങൾ മാറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ആര്യ, എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ചില ചർച്ചകൾ തന്നെയാണ് കെയ്റോയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള, ഇന്നും നാളെയും ഒക്കെയായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ഈജിപ്തിന്റെ മധ്യസ്ഥയിൽ തുടരുകയും ചെയ്യും. മറ്റൊന്ന്, ഇതിനിടയിൽ തന്നെ ട്രംപിന്റെ സംഘം, ട്രംപ് നിയോഗിച്ചിട്ടുള്ള ഈ ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ള സംഘം കെയ്റോയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ ഒരു ചർച്ചകളുടെ ഭാഗമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഹമാസ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്കിടയിലാണ് ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് ഇത്ര ദിവസത്തേക്ക് മാത്രം പാടില്ല, അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കണം. മറ്റൊന്ന്, ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം. മറ്റൊന്ന്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള നിയന്ത്രണം പാടില്ല, അതൊക്കെ കൃത്യമായി നടക്കണമെന്നുള്ള ഉപാധികളാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹമാസ് എന്നുള്ളതാണ്. മറ്റൊന്ന്, കുടിയിറക്കപ്പെട്ടവർക്ക് വീടുകളിലേക്ക് തിരിച്ചു വരാൻ അവസരമുണ്ടാക്കണം. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന സ്വതന്ത്ര പലസ്തീൻ സമിതിയുടെ മേൽനോട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. തടവുകാരുടെ കൈമാറ്റത്തിന് മാന്യമായ കരാർ ഉണ്ടാക്കണം എന്നിവയാണ് മറ്റുപാധികൾ. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുകയാണ്. ഇത് ഇസ്രായേൽ അംഗീകരിച്ചാൽ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സുഗമമായി നടക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഹമാസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുവരെയും ഇസ്രായേൽ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടുകൂടി ഇന്ന് നടക്കുന്ന ചർച്ചയൊക്കെ ഈ വിഷയം എന്തായാലും ഉയർന്നു വരികയും ചെയ്യും. ഇക്കാര്യത്തിൽ ഇസ്രായേൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്തത്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചില സുപ്രധാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ കൂടി ഈ ഒരു വിഷയത്തോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. കാരണം നിലവിൽ ഈ ബന്ധു കൈമാറ്റമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു തരത്തിലുമുള്ള പരാമർശം നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോഴും ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒരു തരത്തിലും ഇനി ആക്രമണം ഉണ്ടാകാൻ പാടില്ല എന്ന്. പക്ഷേ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇപ്പോഴും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും 24ഓളം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വലിയ രീതിയിലുള്ള ആക്രമണം ഗാസയെ മുൻപിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്
ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ ചർച്ചകൾ നടക്കുമ്പോൾ പോലും അങ്ങനെയുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എവരെയും ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതേതെങ്കിലും തരത്തിൽ ഈ സമാധാന ചർച്ചകളെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതിനോട് ഹമാസിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഹമാസും തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. നമ്മൾ ഒരു വർഷം മുമ്പ് എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിലേക്ക് ഇപ്പോഴുള്ള സമാധാന ചർച്ചകൾക്കിടെ ഒരു ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജമ്മു കശ്മീരിലെ രജൌരി ജില്ലയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തു. തുടർന്ന് ബിരാന്തബ് പ്രദേശത്ത് ഏറ്റുമുട്ടൽ നടന്നു. പോലീസ്, സൈന്യം, CRPF എന്നിവർ സംയുക്തമായ പ്രദേശം വളഞ്ഞിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നാഷണൽ എയർഫോഴ്സ് ഡേ ആണ്. വ്യോമസേനയുടെ 93-ാം വാർഷിക ആഘോഷങ്ങൾ ഇന്ന് നടക്കുകയാണ്. UP ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. വ്യോമസേനാ മേധാവി മുഖ്യാതിഥിയാകും. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത വ്യോമസേനാ വിമാനങ്ങളും ഇന്നത്തെ എയർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തവണത്തെ വ്യോമ അഭ്യാസ പ്രകടനങ്ങൾ നവംബറിൽ ഗുവാഹത്തിയിലാണ് നടക്കുക. യുദ്ധവിമാനങ്ങളുടെ പ്രദർശനവും നടക്കും. അപ്പോൾ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മടങ്ങി വരുമ്പോൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇടവേള. അപ്പോൾ ഇടവേളയ്ക്ക് പോകും മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ സ്ഥലം അത് പരിചയപ്പെടുത്താൻ പ്രേക്ഷകരെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ ആളും പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നോക്കാം. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ല. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവനാണ് നഷ്ടമായത്. വർഷങ്ങൾക്ക് മുൻപ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനാണ് സംശയ നിഴലിൽ ഉള്ളത്. അതേസമയം ഇന്ന് സ്വർണം എത്തിക്കുമെന്ന് വിനോദൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അനീഷ് കുമാർ അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരും. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ, വലിയ പഴി കേൾക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മലബാർ ദേവസ്വം കൂടി സമാനമായ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലേക്കാവുകയാണോ, പഴി കേൾക്കേണ്ടി വരികയാണോ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വഴിപാടായി ലഭിച്ച 20 പവൻ സ്വർണമാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അത് വർഷങ്ങൾക്ക് മുൻപ് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിന് ചുമതലയിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദനെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം ഇന്ന് സ്വർണം എത്തിക്കാമെന്ന് വിനോദൻ ഈ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അനീഷ് കുമാറിലേക്ക് നമുക്ക് വരും നിമിഷങ്ങളിൽ മടങ്ങിയെത്താം. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും സിനിമാ പ്രേമികളെ സംബന്ധിച്ച് കാന്താരയാണല്ലേ ചർച്ചാ വിഷയം. കാന്താര ചാപ്റ്റർ 1-ലെ ഋഷഭ് ഷെട്ടിയുടെ കളരിച്ചുവടുകൾ ഇതിനകം തന്നെ കയ്യടി നേടിക്കഴിഞ്ഞ വിഷയമാണ്. ഋഷഭ് ഷെട്ടിയെ ഈ ചുവടുകൾ പഠിപ്പിച്ചത് ഒരു മലയാളിയാണ്. അത് നമ്മൾ എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ. എന്തായാലും ആ മലപ്പുറം ചെമ്മലശ്ശേരി സ്വദേശിയായ വിപിനാണ് ഋഷഭ് ഷെട്ടിയുടെ ആശാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്മലശ്ശേരി ആത്മാ കളരിയിൽ നിന്നും വിപിൻ ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. വിപിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് CV അനുമോദാണ്. നമുക്ക് CV അനുമോദിലേക്ക് ആദ്യം പോകാം. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്താര മാത്രമാണ് ചർച്ചാ വിഷയം. റെക്കോർഡുകൾ ഭേദിച്ച് തിയേറ്ററിൽ കുതിപ്പ് തുടരുകയാണ്. 5 ദിവസം കൊണ്ട് 366 കോടി ആ ഒരു റെക്കോർഡ് നേട്ടത്തിലേക്കൊക്കെ ഇതിനകം തന്നെ കാന്താര എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണേന്ത്യ ആകെ ചർച്ചാ വിഷയമായ ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രം. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലും അടക്കം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്നുണ്ട് അതിൻ്റെ പ്രകടനവും എല്ലാം കൊണ്ടും. അപ്പോൾ ആ നായകനെ ഈ കളരിച്ചുവടുകൾ പഠിപ്പിച്ച ആള് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലേ. ഒരു മലപ്പുറംകാരനാണ്. എങ്ങനെയാണ് വിശേഷങ്ങൾ അനുമോദ്?
ആര്യ ഗുഡ് മോർണിംഗ്. ഈ കാന്താര റെക്കോർഡുകൾ വിഹരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രശംസ പിടിച്ചു പറ്റുകയാണ് ഞങ്ങളുടെ മലപ്പുറം ചെമ്മലശ്ശേരിയിലെ വിപിൻ്റെ സംഘവും. ഇതാണ് വിപിൻ ആണ് കളരിയിലെ ആശാൻ. ചെമ്മലശ്ശേരി ആത്മ എന്ന കളരിയിൽ വലിയ വിജയത്തിലേക്ക് മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ആര്യ. തീർച്ചയായും CV അനുമോദാണ് എന്തായാലും നമുക്കൊപ്പം ചേർന്നത്. ഋഷഭ് ഷെട്ടിയുടെ ആശാനെ, വിപിനെയും വിപിൻ്റെ സംഘത്തെയും ശിഷ്യന്മാരെയും എല്ലാം പരിചയപ്പെടാൻ സാധിച്ചതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നേരത്തെ നമ്മൾ ഒന്ന് സൂചിപ്പിച്ചതാണ്. ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് പോകുന്നത്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ല. കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവനാണ് നഷ്ടമായത്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇതിപ്പോൾ നേരത്തെ ഈ സ്വർണ്ണ ഉരുപ്പടികൾ സൂക്ഷിക്കുന്നതിന് ചുമതലയിൽ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്കാണോ സംശയമുന നീളുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? ആര്യ, തീർച്ചയായും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വിനോദൻ തന്നെയാണ് സംശയമുനയിൽ നിൽക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 5 വർഷത്തോളം ക്ഷേത്രത്തിൽ ചുമതല നിർവഹിക്കുകയും അവിടെ നിന്നും മറ്റൊരു പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായി പോവുകയും ചെയ്തു. ഇതേ തുടർന്ന് മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്ത് എത്തി. ആ സമയത്ത് ഈ രജിസ്റ്ററിലെ രേഖകളും ഒപ്പം ഈ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും വെള്ളി ആഭരണങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഈ വിനോദനെ വിളിച്ച് വരുത്തി അല്ലെങ്കിൽ ഈ രജിസ്റ്ററുകൾ നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്തരം ഒരു പരിശോധനയ്ക്ക് ഈ പഴയ എക്സിക്യൂട്ടീവ് ഓഫീസർ തയ്യാറാവുകയും ചെയ്തില്ല. ഇതിനുശേഷം 1 വർഷം കാലാവധി പൂർത്തിയാക്കി പുതുതായി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ മടങ്ങി. അതിനുശേഷം മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥലത്തെത്തുകയും അദ്ദേഹം സമാനമായ ആവശ്യം തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അന്നും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറായില്ല. പിന്നീടാണ് ഇപ്പോൾ നിലവിൽ ജോലി നോക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ എത്തുകയും ഇക്കാര്യം മലബാർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് കത്തായി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് ഈ മലബാർ ദേവസ്വം ഓഫീസർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഈ അസറ്റ് വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള നടപടികളുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിലെത്തുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. അപ്പോഴാണ് കൃത്യമായ ഒരു രേഖകളോ അല്ലെങ്കിൽ രേഖകൾക്കനുസൃതമായ സ്വർണ്ണാഭരണങ്ങളോ ക്ഷേത്രത്തിൽ ഇല്ല എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വിശദീകരണം നൽകുകയും കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് നോക്കി കാണുന്നതിനുമായി ഈ വിനോദനെ കഴിഞ്ഞ മാസം വിളിപ്പിച്ചിരുന്നു. ഇയാൾ ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു. അന്ന് ചില ആഭരണങ്ങൾ ലോക്കറിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഈ ശരിയായ രജിസ്റ്ററിലുള്ള സ്വർണവും നിലവിൽ ലോക്കറിലുള്ള സ്വർണവും തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഈ ആഭരണങ്ങൾ അവിടേക്ക് വെക്കാം. ഈ ക്ഷേത്രത്തിൽ തന്നെ പല ഇടങ്ങളിലായി ഒരുപക്ഷെ മാറ്റിവെക്കപ്പെട്ടതാവാം അല്ലെങ്കിൽ മറ്റ് ലോക്കറിലാവാം എന്നൊക്കെ അടക്കമുള്ള ചില വിശദീകരണങ്ങളാണ് നൽകിയത്. എന്തായാലും അതൊക്കെ ഏകീകരിച്ച് ഇന്ന് അതിൻ്റെ കൃത്യമായ കണക്കുകളും ആഭരണങ്ങളും നൽകാം എന്നാണ് വിനോദൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഇന്ന് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. 2 തരത്തിലാണ് ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ സൂക്ഷിക്കാറുള്ളത്. ഒന്ന്, ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങളും മറ്റുമൊക്കെ അത് അകത്തുള്ള ഒരു ലോക്കറിലും, മറ്റ് ഈ കാണിക്കയായും അല്ലെങ്കിൽ വഴിപാടായും ഒക്കെ ആളുകൾ സമർപ്പിക്കുന്ന താലി അടക്കമുള്ള ആഭരണങ്ങൾ പുറത്തെ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ പുറത്തെ ലോക്കറിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് ഇപ്പോൾ കാണാനില്ല എന്ന പരാതി അല്ലെങ്കിൽ അത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 20 പവനിലടക്കം ആഭരണങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കൃത്യമായ ഒരു കണക്കും എത്ര പവനുണ്ടായിരുന്നു എന്നടക്കമുള്ള വിശദാംശങ്ങളും ദേവസ്വം അധികൃതരുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ലഭ്യമാവൂ. എന്തായാലും ഇന്ന് അദ്ദേഹം ഈ ആഭരണങ്ങൾ തിരിച്ച് ഇവിടെ എത്തിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു കുറ്റകരമായ അനാസ്ഥ ഉണ്ടായി എന്നാണ് ഭക്ത സംഘടനകൾ ആരോപിക്കുന്നത്. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ തന്നെ ഈ ആസ്തിയും ഇതുമായി ബന്ധപ്പെട്ട സ്വത്ത് വകകളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചാർജ് ഒഴിയുമ്പോൾ തന്നെ അടുത്തതായി ചുമതലയേൽക്കുന്ന ആളെ അടുത്ത ആളെ ഇതൊക്കെ ഏൽപ്പിക്കേണ്ടതാണ്. പക്ഷേ ആ ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ വ്യക്തി നടത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പക്കൽ തന്നെ ഉണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അദ്ദേഹം ഇന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് മുൻപിൽ എത്തുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളുമായി ആകുമോ എത്തുക എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്.
MS അനീഷ് കുമാറാണ് നമുക്കിപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി രാവിലെയിൽ നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശികളായ തൻസീർ അൻസി ദമ്പതികളുടെ മകൾ ഇനറ മറിയത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് അച്ഛനും അമ്മയും. ഒപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാ ആശംസകളും ഇനറ മോളെ അറിയിക്കുകയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ് ഇനറ. അപ്പോൾ ഇനറ മോൾക്ക് എ വെരി ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ സ്വദേശികളായ തൈക്കാട്ടിൽ ദിൽഷ്യത്തിന്റെയും അനന്തലക്ഷ്മി ദിൽഷ്യത്തിന്റെയും മകളായ ആദ്യത്മ ദിൽഷ്യത്തിന്റെ 3ാം പിറന്നാളാണ്. ഇത് അതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. ആധ്യാത്മ എന്നാണ് മോളുടെ പേര്. എന്തായാലും ആശംസകൾ അറിയിക്കുന്നത് മോൾക്ക് അമ്മച്ചനും അമ്മമ്മയും ചാച്ചുവും ഒക്കെ ചേർന്നാണ്. അതോടൊപ്പം ആദ്യ മോൾക്ക് ആത്മീയ ഗ്രൂപ്പിന്റെ 1000 ആശംസകൾ കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആധ്യാത്മ മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് ഈ എത്തിയിരിക്കുന്ന ആള് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജ ചേച്ചിയുടെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വാർത്താ അവതാരക ശ്രീജ ശ്യാമിന്റെ മകനാണ് നന്ദഗോപാൽ. അപ്പോൾ നന്ദഗോപാലിന്റെ 13ാം ജന്മദിനമാണിന്ന്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ നന്ദുമോന് ന്യൂസ് 18 കുടുംബത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു നല്ല ബർത്ത്ഡേ ആശംസിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് ഇടവേളയ്ക്ക് ശേഷം കാണാം. പോലീസ്